ചിലർ പോകുന്ന സ്ഥലത്തെല്ലാം ശാപമുണ്ടാകും. ചിലർ കൈവയ്ക്കുന്നതെല്ലാം നശിച്ചു പോകും. ചിലർ എന്തു ചെയ്താലും നന്നാവുകയില്ല. തൊടുന്നതിലെല്ലാത്തിലും നഷ്ടമുണ്ടാകും. തൊടുന്നതിലെല്ലാത്തിലും കഷ്ടവും ദാരിദ്ര്യവും ഉണ്ടാകും. ഇതൊരു ശാപമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളിൽ ദൈവജനം എഴുന്നേറ്റ് വന്നാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വരും. എങ്കിൽ അവരെക്കുറിച്ച് വചനം പറയുന്നു, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. യഹോവ ദാവീദിനോട് കൂടെ ഇരുന്നു, അവൻ കൃതാർത്ഥനായി. യോസേഫിനോട് കൂടെ ഇരുന്നു, അവൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ, പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളില്ലാത്ത അനുഭവത്തിൽ, ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമില്ലാത്ത അനുഭവത്തിൽ അനേക ദൈവമക്കൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു തിരശ്ശീലയുണ്ടായിരുന്നു, ഒരു മറയുണ്ടായിരുന്നു, ഒരു ശത്രുതയുണ്ടായിരുന്നു. ക്രൂശിൽ യേശു കർത്താവ് അതിനെ കീറിക്കളഞ്ഞു, അതിനെ ആ നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞു. ഇന്ന് നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരു മറയില്ല. എന്നാൽ തിരുവചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് സ്വന്തമാവുകയുള്ളൂ.